ചേച്ചി ഒരു ഗോൾഡ്. കളയല്ലേ. ഞാൻ പോണ്ടാ. പിന്നെ 10 മണിക്കാണ് ഞാൻ അപ്പോയിൻമെന്റ് എടുത്തേക്കണത്. അമ്മേ ഉച്ച കൊടുക്കാനുള്ള മരുന്ന് അമ്മ കൊടുക്കട്ടെ. അപ്പന ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ കാര്യം നോക്ക്. ഒന്നും പറ്റില്ലെങ്കിൽ എന്നെ വിളിക്ക്, നമുക്ക് തന്നെ ചെയ്യാം. ചേട്ടാ സൂക്ഷിച്ചു പോട്ടെ മോനെ. കോഴിക്കോട് നടക്കാവിൽ MDMA വിൽക്കുന്ന ജോബിൻ എന്നയാളെ ഞങ്ങൾ ഒളിയാമറയും. എടാ ലൂയി, ഇന്ന് അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ ദിവസമാണ്. നിനക്ക് വരാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിക്കാൻ. ഞാൻ വിളിച്ച ആര് വരാനാണ്? നിങ്ങൾക്ക് എന്നോടൊന്നും നിൽക്കായിരുന്നില്ലേ? നാട് മൊത്തം നിങ്ങൾ വിളിച്ചു പറഞ്ഞില്ലേ എന്നെ വിശ്വാസമില്ലെന്ന്. എന്നെ ആർക്കും ഇപ്പൊ വിശ്വാസമില്ല, എന്നെ ആർക്കും വിശ്വാസമില്ല. എല്ലാം കൊണ്ടുപോയി തൊലച്ചിട്ട് കുറെ നാളായില്ല ഇങ്ങനെ കിടക്കണത്. ഒന്ന് ചത്ത് തന്നൂടെ? എടാ, നീ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടാ. എനിക്കിവിടെ എന്തോ ബാഡായിട്ട് തോന്നുന്നുണ്ട്. എടീ പറയണ പോലെ ബാഡ് അടിക്കാനൊന്നുമില്ല. നീ ഒരു കോർണർ പിടിച്ച് നിന്നാൽ മതി, ആള് വന്നോളും. ഓർമ്മയുണ്ടല്ല ബ്രൗൺ ഹുഡി അന്നെ? എനിക്ക് നിന്നെ വിശ്വാസമാണ്. സംശയിക്കാൻ മാത്രമൊന്നുമില്ല സാറേ. ഇവിടെ അവന്മാരോട് എത്തിയിട്ടില്ല. സംശയം തോന്നുന്നു എല്ലാവരും ചെക്ക് ചെയ്യുന്നുണ്ട് സാറേ. ഞാനിവിടെ ഉണ്ട് സാറേ. ഓക്കെ സാറേ. ശരി സാറേ. നീ എന്തോ പണി കാണിക്കണത്? എന്നിട്ട് സാനന്ദേ, എടാ, നമ്മൾ വിചാരിക്കണ പോലെ അല്ല കാര്യങ്ങളൊക്കെ നടന്നത്. മോൾ ഓക്കെ ആണോ? വരാപ്പുഴയ്ക്കുള്ള ബസ് പോയോ? ഇല്ല, അറിയില്ല.
ശരി സാറേ. ആ ഇല്ല സാറേ, ഇല്ല ഇല്ല ഇല്ല. ആ സാറേ, നാളെ 2 ദിവസത്തേക്ക് ലീവ്. കൊച്ചിന് ഓട്ടോ സ്റ്റാൻഡ് എവിടെയാണെന്ന് അറിയാവോ? ഇല്ല, അറിയില്ല. ഓ, ഇടി അവർ സിസ്റ്ററിന് എന്തുറപ്പ്? നിന്നെ കേൾപ്പിച്ച എന്നെ എടാ, പറഞ്ഞാൽ നീ മതിയല്ല. പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. എടാ, നീ പാനിക്കാവല്ലേ, വഴിയുണ്ട്. സിസ്റ്ററെ, സിസ്റ്റർ ഓട്ടോ സ്റ്റാൻഡിലേക്കല്ലേ? എങ്കിൽ ഞാനും വരട്ടെ. വാ പോരെ. നല്ല തണുപ്പുണ്ടല്ലേ? ആ ശരിയാ. കാര്യം യാത്ര സുഖമുള്ള പണിയാണേലും സമയത്തിന് വണ്ടി കിട്ടിയില്ലെങ്കിൽ ആകെ മടുപ്പാണല്ലേ? ഇപ്പം രാവിലെ അല്ലേ, ഓട്ടോ കിട്ടാൻ പാടായിരിക്കും. ആണല്ലേ? എങ്കിൽ സിസ്റ്ററിന്റെ ബാഗ് ഞാൻ പിടിക്കാം. എന്തിനാ രണ്ടുപേർക്കും ഇത്ര ടെൻഷൻ? ആരെ ഇത്ര പേടിക്കുന്നേ? ഹന ഓക്കെ ആണോ? സിസ്റ്റർ എന്റെ പേരെങ്ങനെ അറിയാം? അതിനാണ് ഇത്ര ബുദ്ധിമുട്ട്? ഇതിലും വലിയ പ്രശ്നമല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഒറ്റയ്ക്കാവുമ്പോ ആരും വിശ്വസിക്കുന്നില്ലെന്ന് തോന്നുമ്പോ ഒരാൾക്ക് എങ്ങനെയാ ഫീൽ ചെയ്യുന്നെന്ന് ചില സ്നേഹം പോലും മനസ്സിലാവാറില്ല. അത് സ്നേഹത്തിന് കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. നെഞ്ചിനുള്ളിലൊരു വോയിഡായിരിക്കും, ഒരു എംറ്റിനെസ്. അത് ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് കാർന്ന് തിന്നുന്ന പോലെ, ഇഞ്ചിഞ്ചായി എന്നെ ഇല്ലാതാക്കുന്നത് പോലെ. എൻ്റെ ഹാർട്ട് ബീറ്റ് എൻ്റെ കാത് കേട്ടു തുടങ്ങും. അതിങ്ങനെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഒന്ന് അവസാനിക്കുന്നതിന് മുമ്പ് അടുത്തു നിന്ന പോലെ. ചുറ്റും എയറുണ്ടായിട്ടും എനിക്ക് ശ്വസിക്കാൻ വായു തികയാത്ത പോലെ. എടാ ലൂയി, ഇത് ആദ്യമായിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റണത്? ഇതിനു മുമ്പ് ഞാൻ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. എടാ, ഒരാഴ്ചത്തേക്ക് ക്ഷമിക്കടാ. ഞാൻ ഇതൊന്നും മനഃപൂർവ്വമല്ല ചെയ്തത്, സത്യമായിട്ട് മനഃപൂർവ്വമല്ലടാ. എങ്ങനെയൊക്കെ പറ്റിപ്പോയതാ. ആരാ? എന്താണ് ലൂയി ഇത്? എന്താണ് പ്രശ്നം? എന്റെ കൊച്ചിനെ വിട്ടേ. എന്താണ്? ഒന്ന് ഇറങ്ങിയേച്ചോന്ന് സാറേ. കണ്ട ഇവൻ ഏരിയയിലെ മെയിൻ ഡീലറാണ്. നിങ്ങൾക്ക് ആള് മാറിപ്പോയിരിക്കും. സന്ദീപേ, എന്ത് പറയാനാണ് സാറേ? ചേച്ചി, ഞങ്ങളുടെ സ്കെച്ച് ചെയ്തിട്ട് മാസങ്ങളായി. പോലീസുകാരെ അവന് ഉണ്ണാക്കന്മാരാണെന്ന് വിചാരിച്ചാണ് നീ. അടങ്ങട നീ. ഒരു പെരയിലായിട്ടും അറിയാതെ പോയി. ഇവൻ മൂലം ജീവിതം നശിച്ച കുറെ പേരുണ്ടായിരിക്കുമല്ലോ. ഇനി ഇവനിൽ എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ എന്താന്ന് വെച്ച ചെയ്തു. അവന് മനസ്സിലാവാത്തതും അവനെ മനസ്സിലാക്കാത്തതുമായി ഒരുപാട് സ്നേഹമുണ്ട്. എടി, അവന്മാരെന്നെ വിളിച്ചോണ്ടിരിക്കണേണ്. എനിക്ക് ഉച്ചക്കുമ്പോ സാധനം എത്തിക്കണം, ഇല്ലെങ്കിൽ അവന്മാരെന്നെ നമ്പൂല. എന്നാ നീ നിന്നെ മനസ്സിലാക്കണ ആൾക്കാരെ വിളിച്ച് കാര്യം പറ. അവർക്ക് എന്നെ ഭയങ്കര വിശ്വാസം എന്നല്ലേ പറയണ. സുനിച്ചേട്ടൊന്ന് വിളിച്ചോക്കാല്ലേ? ആ വിളിക്ക്. സുനിച്ചേട്ടൻ വിളിക്കണം. സുനിച്ചേട്ടാ, നിന്നെ കുറെ പണി ഏൽപ്പിച്ചപ്പോ തന്നെ ഞാൻ ഓർത്താണ്, ഉച്ചക്കുമ്പ് സാധനം എത്തിച്ചില്ലെങ്കിലേ നിന്റെ ഒക്കെ വീട്ടിൽ കയറി പണിയും ഞാൻ. കൊച്ചിത് ലൂയിക്ക് കൊടുക്കണം, ഞാൻ തന്നു എന്ന് പറയണം. സിസ്റ്ററിന് ലൂയിനെ എങ്ങനെ അറിയാം? ഞാൻ ഒരുപാട് സ്വപ്നങ്ങളോടെ വിവാഹത്തിലേക്ക് കടന്നൊരു പെൺകുട്ടിയാണ്. എനിക്കൊരു കുഞ്ഞുമുണ്ട്, അന്ന. പക്ഷേ 20ാമത്തെ വയസ്സിൽ ഞാൻ വിധവയായി. നിങ്ങളുടെ ഇന്നത്തെ ഈ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നത് ഒറ്റപ്പെടലിൻ്റെ വേദന ഒരു കൈക്കുഞ്ഞുമായി അനുഭവിച്ചൊരമ്മയായതുകൊണ്ടാണ്. പക്ഷെ ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നു.
അനിയ എന്നൊക്കെ പറയാറില്ലേ, അതേപോലെ. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് നിങ്ങളെ അറിയാം. ചില സ്നേഹം പോലും നമുക്ക് മനസ്സിലാവാറില്ല. അത് സ്നേഹത്തിന്റെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. അവന് മനസ്സിലാവാത്തതും അവനെ മനസ്സിലാക്കാത്തതുമായി ഒരുപാട് സ്നേഹമുണ്ട് ഹന്ന. എടീ, എന്നിട്ട് സിസ്റ്റർ എങ്ങോട്ടാണ് പോയത്? ആ സിസ്റ്ററിന് അപ്പം തന്നെ ഓട്ടോ കിട്ടി. ആ, പിന്നെ എനിക്ക് എടി അവര് ബസ് എങ്ങോട്ടേക്കാന്നാ ചോദിച്ചത്? അത് വരാപ്പുഴക്ക്. അവിടെ എവിടെ കോൺവെന്റ് ഉള്ളത്? അതെനിക്കറിയില്ല. അവിടെ നമുക്കൊന്ന് പോയി നോക്കിയാലോ? ആ എത്തിയല്ലേ, വാ കയറിയിരിക്കെ. ബാക്കിയുള്ളവരൊക്കെ ഇപ്പം തന്നെ എത്തും. നിങ്ങൾ കയറിയിരിക്കെ, ഞാൻ മദറിനെ വിളിക്കാട്ടാ. അല്ല, ഞങ്ങളൊരു സിസ്റ്റർ അന്വേഷിച്ചു വന്നതാ. സിസ്റ്ററിനെയോ? ആ, സിസ്റ്റർ എലീഷ്വ. ഏലീശ്വ എന്ന് പറയുന്ന സിസ്റ്ററോ? അതെ. ഏലീശ്വ എന്ന പേരിലൊരു സിസ്റ്റർ ഇപ്പം ഇവിടെ ഇല്ല. അങ്ങനൊരു സിസ്റ്റർ ഉണ്ടെന്നാണല്ലോ പറഞ്ഞേ. ആ, ഈ കാപ്പിപ്പൊടി കളർ ഡ്രസ്സ് തന്നെ ഇട്ടേച്ചത്. ആ, പക്ഷേ സിസ്റ്ററിന്റെ പോലത്തെ ഡ്രസ്സല്ല, മുഖം മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായുള്ളൂ. ഏകദേശം നല്ല ഉയരം, മുഖം നല്ല പ്ലസന്റ് ആയിരുന്നു. ഇന്ന് രാവിലെ ഏതോ യാത്ര കഴിഞ്ഞ് വരുമായിരുന്നു. ഒരു ബാഗ് ഉണ്ടായിരുന്നു കയ്യിൽ, ആ, കാപ്പി കളർ. നീണ്ട കൊന്തയൊക്കെ ആയിട്ട്. നീണ്ട കൊന്തയോ? ലൂയി, നമ്മളോട് ആരോ എന്തൊക്കെയോ പറയാൻ നോക്കുന്നില്ലേ? സിസ്റ്റർ തരാൻ പറഞ്ഞു. അഗ്നിയും ജലവും അവിടുന്ന് എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളതെടുക്കാം. ജീവനും മരണവും മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവൻ ലഭിക്കും. അന്നെ, നമുക്കിത് വേണ്ട.